ഹായ് ഫ്രണ്ട്സ്, നേച്ചൂസ് കാക്കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് സ്കോഡ EVM ഷോറൂമിലാണ്. അത് മുട്ടം ഷോറൂമിലാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് വെഹിക്കിളിനെ പരിചയപ്പെടാനാണ്. എല്ലാവർക്കും പരിചയമുള്ള ഒരു വെഹിക്കിളാണ് നമ്മുടെ സ്കോഡ സ്ലാവിയൻ കുഷാക്കിൻ്റെ രണ്ട് വേരിയൻ്റ് ആണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഒരെണ്ണം മോണ്ടെ കാർലോ സ്പോട്ട് ലൈൻ എന്ന് പറയുന്ന രണ്ട് വേരിയൻസ് ആണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവിനായിട്ട് നമുക്ക് സംസാരിക്കാം. നമുക്ക് ഇനി സെയിൽസ് എക്സിക്യൂട്ടീവിനായിട്ട് നമുക്ക് സംസാരിക്കാം. ഇവിടുത്തെ എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഓഫേഴ്സ്, കാര്യങ്ങൾ, ഈ വണ്ടിയുടെ ഡീറ്റെയിൽ നമുക്കറിയാം. മോണ്ടെ കാർലോയിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വന്നിട്ടുള്ളതെന്ന്. ഓക്കെ, നമ്മൾ നേരത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെട്ടുള്ള ആൾ തന്നെയാണ്. നമ്മൾ സ്കോഡ കുഷാക്കിൻ്റെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തതിൽ ഈ പുള്ളിക്കാരിയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് പരിചയപ്പെടാം, പേര് കാര്യങ്ങളൊക്കെ ചോദിക്കാം. പേര് സൗദത്യ എന്നാണ്. മുട്ടം ഷോറൂമിലാണ് വർക്ക് ചെയ്യണേ. സെയിൽസ് കൺസൾട്ടന്റ് ആണ്. സോ നേരത്തെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ. നമുക്ക് പുതിയ മോണ്ടെ കാർലോനെ പറ്റി എന്തൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളും? സ്ലാവിയയിൽ നമുക്ക് മുൻപ് മോണ്ടെ കാർലോ എന്ന് പറയുന്ന ഒരു വേർഷൻ ഉണ്ടായിരുന്നില്ല. സോ ഇപ്പോഴാണ് റീസെന്റ് ആണ് സ്കോഡ മോണ്ടെ കാർലോ എന്ന് പറയുന്ന ഒരു എഡിഷൻ നമ്മുടെ സ്ലാവിയയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ അട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ലാവിയയിൽ ഫസ്റ്റ് ടൈമാണ് മോണ്ടെ കാർലോ എന്ന് പറയുന്ന ഒരു എഡിഷൻ നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അതിൽ എക്സ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു കാര്യം, ക്രോംസ് എലമെന്റ്സ് എല്ലാം ഫുള്ളി ഡീക്രോംഡ് ആയിരിക്കും. മെയിൻ തിങ് നമ്മുടെ സ്കോഡയുടെ സിഗ്നേച്ചർ ഗ്രില്ലായിട്ടുള്ള ഹെക്സഗണൽ ഗ്രില്ല്, അത് ഫുള്ളി ബ്ലാക്ക് ഫിനിഷിംഗ് ആയിരിക്കും വരിക. അതുകൊണ്ട് തന്നെ കൂടുതൽ റോഡ് പ്രസൻസും കാര്യങ്ങളും വെഹിക്കിളിന് കൂടുതലായിട്ട് കിട്ടും. ആൻഡ് ഒബ്വിയസ്ലി എടുത്തു പറയേണ്ടത് ഫ്രണ്ട് സൈഡിൽ നിന്ന് വരുമ്പോൾ ഈ ഷാർപ്പ് ലൈൻസ് കാര്യങ്ങളും, ഒപ്പം തന്നെ നമ്മുടെ സിഗ്നേച്ചർ ഹെഡ്ലൈറ്റ്സ് ആയിട്ടുള്ള സ്കോഡ ക്രിസ്റ്റൽ LED ഹെഡ് ലാംപ്സ്, അതും കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് പറയുകയാണെങ്കിൽ മറ്റ് ഹെഡ് ലാംപ്സിനെ വെച്ചിട്ട് ഇത് വരുമ്പോഴേക്കും നമുക്കൊരു 12 ഷോട്ട്സ് ആയിട്ടുള്ള ലൈറ്റ്നിങ് ആയിരിക്കുമ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മോർ പവർഫുൾ ആയിരിക്കും. ബാക്കി ഹെഡ് ലാംപ്സിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്തേക്ക് കുറച്ചുകൂടി കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് കാര്യങ്ങളാണ് വരുന്നത്. ഒപ്പം തന്നെ നമ്മുടെ മോണ്ടെ കാർലോയ്ക്ക് ബമ്പർ ഫ്ലിപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. എക്സ്റ്റീരിയർ വേസിൽ തന്നെ മോണ്ടെ കാർലോ എന്നുള്ളൊരു ബാഡ്ജിങ്ങും ഒപ്പം വരുന്നുണ്ട്. സോ മിറേഴ്സ് വരുമ്പോഴേക്കും ഇതൊരു ഫുള്ളി ഡ്യുവൽ ടോൺ ഫിനിഷിംഗ് ആയിരിക്കും വരിക. ഈ അലോയ്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു ബ്ലാക്ക് കളർ അലോയ്സ് ആയിരിക്കും വരിക. ഒപ്പം റൂഫ് ആണെങ്കിലും ബ്ലാക്കിലായിരിക്കും വരിക. ഫുള്ളി ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിങ്ങിലാണ് മോണ്ടെ കാർലോ ഇറക്കിയിട്ടുള്ളത്. ആൻഡ് ഇനി ഇപ്പം റിയർ സൈഡിലോട്ട് നമുക്ക് വരുന്ന സമയത്തേക്ക് നമ്മുടെ റിയറിൽ വരുന്ന സ്പോയിലർ കാര്യങ്ങളും സ്കോഡ എന്നുള്ള ബാഡ്ജിങ്ങും എല്ലാം ഫുള്ളി ഡീക്രോംഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഡീഫോഗർ വരുന്നുണ്ട്. 16 ഇഞ്ച് അലോയ്സ് ആയിരിക്കും. നമുക്ക് ഫ്രണ്ടിലാണ് വൈപ്പർ വരുന്നത്. ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സും ഓട്ടോ ഹെഡ് ലാംപ്സും ഒക്കെ നമുക്ക് വരുന്നുണ്ട്. സോ വെഹിക്കിൾ ഫുള്ളി ലോഡഡ് ആണ്. ഇപ്പം നമുക്ക് അഡീഷണൽ വേറെ ഒന്നും തന്നെ ആഡ് ഓൺ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ആൻഡ് മോസ്റ്റ്ലി ഇതിൻ്റെ ഇന്റീരിയർ സെക്ഷൻ തന്നെയാണ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് തീമിലായിരിക്കും നമ്മുടെ ഇന്റീരിയർ വരിക. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആയിട്ടുള്ള 2 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് നമുക്ക് വരുന്നത്. ഒപ്പം കൺട്രോൾസും കാര്യങ്ങളും എല്ലാം സ്റ്റിയറിംഗിൽ തന്നെ ആയിരിക്കും വരിക. ഒപ്പം തന്നെ നമുക്ക് ഒരു മാനുവൽ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു മാനുവൽ ഡ്രൈവും എക്സ്പീരിയൻസ് ചെയ്യാം. സ്പോർട്സ് മോഡിലും ഡ്രൈവ് മോഡിലും രണ്ട് മോഡ്സിലും നമുക്ക് വരുന്നത് 1 ലിറ്റർ ആയിരിക്കും. 1 ലിറ്ററിലും വരുന്നുണ്ട്, 1.5ലും വരുന്നുണ്ട്. സോ രണ്ടും വരുമ്പോൾ പെട്രോൾ ടർബോ എഞ്ചിൻ ആയിരിക്കും. 1 ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ 115 bhp പവറും 178 Nm ടോർക്കും ആണ് വരുന്നത്. 1.5 വരുമ്പോഴേക്കും നമുക്ക് 150 bhpയും 258 Nm ടോർക്കും വരുന്നുണ്ട്. സോ കുറച്ചുകൂടെ സ്പോർട്ടി ആൻഡ് പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ ആയിരിക്കും 1.5 വരിക. എന്ന് വെച്ചാൽ 1 ലിറ്റർ മോശമാണെന്നല്ല, സിറ്റി ഡ്രൈവിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു എഞ്ചിനാണ് 1 ലിറ്റർ.
ഇനി നമുക്ക് സ്പോട്ട് ലൈൻ കുഷാക്കിലേക്ക് പോവാം. അതിലെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ചേഞ്ചസ് കാര്യങ്ങളൊക്കെ. സോ ഇപ്പൊ സ്പോട്ട് ലൈൻ എന്ന് പറയുന്നതും ഈ മോണ്ടെ കാർലോയും സ്പോട്ട് ലൈനും സ്കോഡ ഇപ്പൊ റീസെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള 2 എഡിഷൻസ് ആണ്. സോ സ്പോട്ട് ലൈൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ ഒരു മിഡ് സെഗ്മെന്റ് റേഞ്ചിൽ തന്നെ നമുക്ക് ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് അതിന്റെ പ്രൈസിങ് തന്നെയാണ്. എക്സ്-ഷോറൂം പ്രൈസ് പോലും മിഡ് സെഗ്മെന്റിൽ നിന്നൊരു 30,000 രൂപ വ്യത്യാസം മാത്രമാണ് വരുന്നത്. ആ 30,000 രൂപയ്ക്ക് നമുക്ക് സൺറൂഫ് കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ സിഗ്നേച്ചർ ഹെഡ് ലാമ്പ് ആയിട്ടുള്ള ക്രിസ്റ്റൽ LED ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. ഇതിൽ ഓട്ടോ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫെൻഡറിലാണെങ്കിൽ പോലും സ്കോഡയെന്ന് എഴുതിയിട്ടുള്ള ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഒബിയസ്ലി അതിന്റെ അലോയ്സ് നോക്കുവാണെങ്കിൽ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള 17 ഇഞ്ച് അലോയ്സ് ആണ് വരിക. റൂഫ് ആണെങ്കിൽ നമുക്കൊരു ബ്ലാക്കിലായിരിക്കും വരിക. സോ ദിസ് ഈസ് ഓൾസോ ഇത് നമുക്കൊരു ഡ്യുവൽ ടോണിലാണ് വരുന്നത്. ആൻഡ് നമുക്ക് വരുമ്പോഴേക്കും റിയർ സൈഡിലോട്ട് വരുമ്പോഴേക്കും റിയർ വൈപ്പർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡീഫോഗർ കാര്യങ്ങൾ വരുന്നുണ്ട്. ആൻഡ് സ്കോഡ എന്നൊക്കെയുള്ള ലെറ്റേഴ്സ് ഫുള്ളി ഡീക്രോംഡ് ആയിരിക്കും. സോ ആൻഡ് എക്സ്പെഷ്യലി ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിന്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളുമാണ്. സോ 385 ലിറ്റേഴ്സ് ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ആൻഡ് ഇത് 60-40 സ്പ്ലിറ്റ് സീറ്റ്സ് ആണ്. സോ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം റിയറിൽ ഒരാളൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ്സ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ക്യാരി ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ആൻഡ് ഒബ്വിയസ്ലി പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ സേഫ്റ്റി തന്നെയാണ്. 6 എയർ ബാഗ്സ് നമ്മുടെ എല്ലാ വെഹിക്കിൾസിനും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അഡൽട്ട് ആൻഡ് ചൈൽഡ് സേഫ്റ്റിയിൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള വെഹിക്കിൾസ് ആണ് നമ്മുടെ സ്കോഡ സ്ലാവിയ ആൻഡ് സ്കോഡ കുഷാക്ക് എന്ന് പറയുന്നത്. നമുക്ക് മോണ്ടെ കാർലോയുടെയും സ്പോട്ട് ലൈനിന്റെ 2 വേരിയന്റ് പ്രൈസ് കാര്യങ്ങളൊക്കെ. നമുക്ക് മോണ്ടെ കാർലോന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 15,79,000 എന്ന് പറയുന്ന ഒരു എക്സ്-ഷോറൂം പ്രൈസിലാണ് നമ്മുടെ മോണ്ടെ കാർലോന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കുഷാക്ക് സ്പോട്ട് ലൈനിന്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 14,70,000 എന്ന് പറയുന്ന റേറ്റിലാണ് നമ്മുടെ എക്സ്-ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണേ. ആൻഡ് ഓൾസോ നമുക്ക് കറണ്ട് മന്തിൽ സ്ലാവിയക്കും കുഷാക്കിനും അത്യാവശ്യം ഓഫേഴ്സ് കാര്യങ്ങൾ സ്കോഡ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കോർപ്പറേറ്റ് എംപ്ലോയി ആണ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ക്ലബ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 40,000 രൂപ വരെ കോർപ്പറേറ്റ് ബെനിഫിറ്റ്സ് സ്കോഡ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം നിങ്ങളുടെ പഴയ വാഹനം എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ വാഹനം എടുക്കുമ്പോൾ എക്സ്ചേഞ്ച് ബെനിഫിറ്റ് ആയിട്ട് ഒരു 40,000 രൂപ അഡീഷണൽ ബെനിഫിറ്റും സ്കോഡ തരുന്നുണ്ട്. കൂടാതെ ഡീലർ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട്സും കാര്യങ്ങളും ഒക്കെ മാക്സിമം നമ്മൾ തരുന്നുണ്ട്. പിന്നെ ഒരു ചോദ്യം, നമ്മൾ സ്കോഡ നിങ്ങളുടെ ഒരു കസ്റ്റമർ ബൈ ചെയ്യണ സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ഇവർക്ക് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ? ആക്ച്വലി നമുക്ക് ഇപ്പോൾ സ്കോഡ വെഹിക്കിൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് 4 ഇയേഴ്സ് വാറണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 ഇയേഴ്സ് റോഡ് സൈഡ് അസിസ്റ്റൻസ് കാര്യങ്ങൾ ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് സ്കോഡ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് കുഷാക്ക് ആയാലും സ്ലാവിയ ആയാലും സ്കോഡയുടെ വെഹിക്കിൾസിനെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഒപ്പം നമുക്ക് 6 വർഷം കൊറീഷൻ വാറണ്ടിയും അതുപോലെ തന്നെ 3 വർഷം പെയിൻ പ്രൊട്ടക്ഷൻ വാറണ്ടിയും സ്കോഡ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ ഈ ഒരു വെഹിക്കിൾ നിങ്ങൾക്ക് തരണ സമയത്ത് ഇത് ഫുള്ളി ലോൺഡ് ആയിരിക്കും. എസെൻഷ്യൽ കിറ്റ് ഉൾപ്പെടെ എല്ലാം നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് വെഹിക്കിൾ തരിക. ഒപ്പം ഈ പറയുന്ന കോർപ്പറേറ്റ് ഡിസ്കൗണ്ട്സും എക്സ്ചേഞ്ച് ബോണസും എല്ലാം ക്ലബ് ചെയ്ത് മാക്സിമം കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന രീതിക്കായിരിക്കും നമ്മൾ വെഹിക്കിൾ തരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ കാര്യങ്ങൾ. നമ്മൾ ഷോറൂം വിസിറ്റ് ആണ് നമ്മൾ ചെയ്തത്. ചെറിയ വീഡിയോ വരുന്നത് സ്കോഡ സ്ലാവിയും സ്കോഡ കുഷാക്ക് 2 വേരിയൻ്റ് ആയിരുന്നു. മോണ്ടോ കാർലോ പിന്നെ ഒരു സ്പോട്ട് ലൈൻ എന്ന് പറയുന്ന 2 വേരിയന്റിനെ കുറിച്ചായിരുന്നു. അത് മാത്രമല്ല പ്രൈസ് കാര്യങ്ങൾ നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മാസം ഓഫേഴ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അത്യാവശ്യം എനിക്ക് എന്താ പറയുക, ഈ ഒരു വണ്ടി കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്കോഡ സ്ലാവിയ മോണ്ടെ കാർലോ സ്പോർട്ടി ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ഈ ഒരു ഷോറൂം വിസിറ്റ് ചെയ്യുക. മുട്ടത്താണ് ഈ ഷോറൂം വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.